CPM നേതൃത്വത്തെ പിടിച്ചുലച്ച് കത്ത് ചോർച്ച. 3 ഉന്നത നേതാക്കളുടെ ബിനാമിയാണെന്ന് വ്യക്തമാക്കിയ രാജേഷിന്റെ ആദ്യ പ്രതികരണം. CPM നേതൃത്വത്തെ പിടിച്ചുലച്ചിരിക്കുകയാണ് കത്ത് ചോർച്ച വിവാദം. ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് നൽകിയ പരാതിയിൽ ഉന്നത CPM നേതാക്കളുടെ പേരുകൾ ഉൾപ്പെട്ടതാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നത്. ഡോക്ടർ TM തോമസ് ഐസക്, MP രാജേഷ്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരുടെ പേരുകളാണ് പരാതിക്കത്തിലുള്ളത്. തോമസ് ഐസക്കിന്റെയും മന്ത്രി MP രാജേഷിന്റെയും P ശ്രീരാമകൃഷ്ണന്റെയും ബിനാമിയാണ് താനെന്ന് ബ്രിട്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണ അവകാശപ്പെട്ടതായാണ് കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. 2023 ഷർഷാദ് പോലീസിന് സമർപ്പിച്ച പരാതിയിലാണ് മന്ത്രിമാരുടെ ഉൾപ്പെടെ പേരുള്ളത്. സാമ്പത്തിക കുറ്റങ്ങൾ ഉൾപ്പെടെ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയുമായി CPM നേതാക്കൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് പോലീസോ പാർട്ടിയോ കൃത്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഷർഷാദ് പാർട്ടിക്ക് മുമ്പാകെ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളിൽ അന്വേഷണം നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉൾപ്പെടെ ചോദ്യങ്ങളിൽ ഇതുവരെയും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. രാജേഷുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകന് ബന്ധമുണ്ടെന്നും മകന് വേണ്ടി MV ഗോവിന്ദൻ വിഷയത്തിൽ കണ്ണടച്ചെന്നും ഷർഷാദ് ആരോപിച്ചിരുന്നു. പാർട്ടിയെ മൊത്തത്തിൽ പിടിച്ചുലച്ചിരിക്കുകയാണ് കത്ത് ചോർച്ച വിവാദം. ഇപ്പോഴിതാ UK വ്യവസായി രാജേഷ് കൃഷ്ണ തന്നെ കത്ത് വിവാദ ആരോപണങ്ങൾക്ക് ഫേസ്ബുക്കിൽ മറുപടിയുമായി എത്തിയിരിക്കുകയാണ്. മാഹിയിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ടാണ് രാജേഷ് കൃഷ്ണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. പുറത്തുവന്ന കത്ത് രഹസ്യരേഖയല്ല. നേരത്തെ ഷർഷാദ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും പിന്നീട് ഡിലീറ്റ് ചെയ്തതുമാണ്. തനിക്കെതിരെ വാർത്ത വന്നാൽ ഗുമ്മില്ലാത്തതിനാൽ CPMനെയും സംസ്ഥാന സെക്രട്ടറിയെയും കുടുംബത്തെയും ചേർത്ത് കെട്ടാനാണ് ഷർഷാദിന്റെ ശ്രമമെന്നാണ് രാജേഷ് കൃഷ്ണയുടെ വിശദീകരണം. തെളിവില്ലാതെ ആരോപണങ്ങളാണ് ഷർഷാദ് ഉന്നയിക്കുന്നത്. താനിപ്പോഴും CPM അംഗമാണെന്നും ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് രാജേഷ് കൃഷ്ണ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വിവാദങ്ങളിൽ ആദ്യമായിട്ടാണ് രാജേഷ് കൃഷ്ണ പ്രതികരിക്കുന്നത്. ഇക്കാലം അത്രയും ഒരുവൻ ഒരു മഞ്ഞ പത്രക്കാരനുമായി ചേർന്ന് എനിക്കെതിരെ ദുഷ്പ്രചരണം നടത്തി നടന്നപ്പോൾ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതെന്ന് സുഹൃത്തുക്കളും സഹാക്കളും ചോദിച്ചിരുന്നു. ക്ഷമയുടെ നെല്ലിപ്പലകയും കടന്നപ്പോഴാണ് കഴിഞ്ഞ മാസം ഡൽഹി കോടതിയിൽ അദ്ദേഹത്തിനെതിരെ ഞാൻ 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ഇതിൽ നിയമ നടപടി ഉറപ്പായപ്പോൾ പഴയ മഞ്ഞപ്പത്രക്കാരന്റെ നേതൃത്വത്തിൽ ഒരു മുഖ്യധാര പത്ര റിപ്പോർട്ടറെ കളത്തിലിറക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന ഈ കത്ത് 2022 മുതൽ മലയാളത്തിൽ പലയിടങ്ങളിലും ലഭ്യമായിരുന്നുവെന്ന് പ്രതി തന്നെ പറയുന്നുണ്ട്. കേസ് ഫയൽ ചെയ്തത് എനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ആൾക്കെതിരെ മാത്രമാണ്. എന്നാൽ അയാൾ മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മാധ്യമങ്ങൾ കൂടി ഇതിൽ പ്രതിയാണെന്നാണ്. മാധ്യമ സ്ഥാപനങ്ങളെ അയാൾ സമർത്ഥമായി കബളിപ്പിക്കുകയായിരുന്നു. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും രാജേഷ് പറയുന്നു.